Hi friends, LINI'S food cornerലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില്ലി ഫ്ലേക്സ് ചിക്കൻ ആണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി. ഇത്തിരി ഡ്രൈ ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് ചോറിന് ഒഴിച്ചു കൂട്ടാനായിട്ട് ഞാനൊരു മോരുചാറും കൂടി ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വളരെ സ്വാദിഷ്ടമായ ചില്ലി ഫ്ലേക്സ് ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. ഞാനിവിടെ 2 കിലോൻ്റെ ഒരു ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. കൂടെ നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കുക. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഇങ്ങനെ തന്നെ സ്റ്റൗവിലേക്ക് വെച്ച് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിക്കുക. ഇതിലെ വെള്ളം മൊത്തമായിട്ട് തന്നെ വറ്റി പോകണം. നല്ല ഡ്രൈ ആയിരിക്കണം. എന്നാൽ ചിക്കൻ നല്ലതുപോലെ വെന്ത് കിട്ടുകയും വേണം. അതിനാണ് നമ്മൾ ഇത് മൂടി വെച്ച് വേവിക്കുന്നത്. ഇനി നമുക്കത് ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് ഇതിലെ വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് വീണ്ടും ഒരു 10 മിനിറ്റും കൂടി നമുക്ക് ഫുൾ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇതിൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയാണ് കൂടുതൽ വേണ്ടത്. ഞാനിവിടെ 1 കപ്പ് ഉള്ളി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നമുക്ക് നന്നായി വേണം. ഞാൻ 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു 2-3 കതിര് വേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനിലെ വെള്ളം മൊത്തവും വറ്റിക്കഴിഞ്ഞു. ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു തവ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. കൂടെ നമുക്ക് കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് ശരിക്കും മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഈ കറിക്ക് ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. സവാള ഉപയോഗിക്കരുത്. കുഴപ്പമില്ല, സവാള ഇട്ട് കറി വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷെ ചെറിയ ഉള്ളിയാണ് ശരിക്കും ഇതിന് ഉപയോഗിക്കുന്നത്. അത് എത്രയും കൂടുതലിടണോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഇതിലേന്നും ഒരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ശരിക്കും നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ മൂപ്പിച്ചെടുക്കാം. കാരണം ഇത് ഡ്രൈ ആയിരിക്കുന്ന ചിക്കനാണ്. ഇപ്പോൾ ശരിക്കും മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂൺ ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഗരം മസാല ഓപ്ഷനാണ് കേട്ടോ, വേണമെന്നില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി മൂപ്പിച്ചെടുക്കുക. ശരിക്കും മൂത്ത് വരട്ടെ, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ശരിക്കും മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മൾ ഇതിട്ട് കൊടുക്കാം. ഈ മൂപ്പിച്ചെടുത്ത നമ്മുടെ മസാലക്കൂട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി എല്ലായിടത്തേക്കും ഈ മൊരിയിച്ച മുളക് ആവുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കാം. നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്യുക. കാരണം ശരിക്കും ഡ്രൈ ആയി കിട്ടണം ഇത്. ഇതിലേക്ക് ഒരു കതിര് വേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു പച്ച വേപ്പിലയുടെ മണം കൂടിയാവുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ കറിക്ക്. ഈ കറി കൂട്ടി നമുക്ക് നന്നായി ഭക്ഷണം കഴിക്കാൻ പറ്റും. അത്രയും ടേസ്റ്റാണ്. മസാലകളും മല്ലിപ്പൊടിയൊന്നും അങ്ങനെ ഒന്നും ചേരുന്നില്ല. നമ്മളിതിൽ ഇപ്പോൾ ചേർത്തേക്കണ 1/2 സ്പൂൺ ഗരം മസാല നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലാതെ തന്നെ കറിക്ക് നല്ല ടേസ്റ്റാണ്.
അപ്പോൾ ഇത് ഇത്തിരി ഡ്രൈ ആയിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ എല്ലാവർക്കും ഇത് കൂട്ടിയും ഭക്ഷണം കഴിക്കാൻ പറ്റില്ലെന്ന് വരാം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു മോരുചാറും കൂടി റെഡിയാക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ രീതിയിലൊരു മോരുചാറാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. വളരെ ടേസ്റ്റിയാണ് അത്. നമുക്ക് മോരും തേങ്ങയും മാത്രം മതി, വേറെ അതിലൊന്നും തന്നെ ഇടണില്ല, കഷ്ണങ്ങളൊന്നും തന്നെ നമ്മൾ ഇടണില്ല. ഇപ്പം നമ്മുടെ ചില്ലി ഫ്ലേക്സ് ചിക്കൻ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഇറക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മോരുചാറ് തയ്യാറാക്കാനുള്ള തേങ്ങ ഞാനിവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ 2 കതിര് വേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 സ്പൂൺ ചെറിയ ജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1 ഗ്ലാസ് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് അടിച്ചെടുക്കുക. ഇപ്പോൾ ഞാനത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ചാറിനുള്ള തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് വീണ്ടും അടിച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ ഒരു മൺചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വേപ്പില, മുഴുവൻ മുളക്, അതുപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞത് ഇതെല്ലാം ഒന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മാത്രമല്ല ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവാപ്പൊടിയും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും കുറച്ച് കായംപൊടി ചേർക്കണം. ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ലോയിലിടണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഓഫ് ചെയ്താലും കുഴപ്പമില്ല. ഇതെല്ലാം ഇട്ടിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മോരുചാറ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് തിളച്ച് എല്ലായിടത്തും എത്തി കഴിയുമ്പോൾ തന്നെ നമ്മളിത് ഓഫ് ചെയ്യുക. അതല്ലെങ്കിൽ മോരുചാറിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. മോരുചാറ് എപ്പോഴും നമ്മൾ വെക്കുമ്പോൾ തള ഒന്നും എല്ലായിടത്തും എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുക. കുറേ നേരം തിളയ്ക്കാനായിട്ട് ഇടരുത്. മോര് തേങ്ങയും കൂടി ഒരുമിച്ചിട്ട് അടിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ചിലപ്പോൾ മോരുചാറ് ഉണ്ടാക്കുമ്പോൾ ചിലയിടത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പിരിഞ്ഞിരിക്കും മോര്. പക്ഷെ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങയുടെ കൂടെ മോരിട്ട് അടിക്കുന്നത്. നമ്മൾ ആദ്യം തേങ്ങയിൽ വെള്ളം ഒഴിച്ച് അടിക്കുകയാണെങ്കിൽ പിന്നീട് മോര് ചേർക്കുകയാണെങ്കിൽ പിരിഞ്ഞു വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളത്തിന് പകരം നമ്മൾ മോരൊഴിച്ച് തേങ്ങ അടിച്ചെടുക്കുന്നത്. മോരൊഴിച്ച് തേങ്ങ അടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ മോരുചാറും റെഡിയായി കഴിഞ്ഞു. അപ്പം നല്ല കോമ്പിനേഷനാണ് ഈ ഇതുപോലെ ചിക്കൻ വെച്ച് ഈ മോരുചാറും കൂടി കൂട്ടി ചോറിടാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്നോർത്ത് ഇന്ന് ഞാൻ ഈ വീഡിയോ പിടിച്ചത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.